ഹലോ, വെൽക്കം ടു ഷാലൂസ് വേൾഡ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ്. ഇന്ന് ഞാനൊരു വലിയൊരു നിധി ഉണ്ടാക്കാൻ പോകുന്നതാണ്. നിധിക്കോഴി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊക്കെ നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്, നല്ല സ്പൈസിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയായിരിക്കും ഇത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേണ്ടിയതെന്ന്. അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചത്. പിന്നെ നമുക്ക് വേണ്ടിയത് 3 ചെറിയ മീഡിയം സൈസുള്ള ഒരു സവോളയാണ്. 2 മീഡിയം സൈസുള്ള തക്കാളി വേണം നമുക്ക്. പിന്നെ നമ്മൾ എരിവ് അനുസരിച്ചിട്ടുള്ളൊരു 9-10 പച്ചമുളകും. പിന്നെ ഇതിൽ വേറെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കുറേ നട്ട്സ് ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 9 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 3-4 ടേബിൾ സ്പൂണ് കിസ്മിസ് വേണം. പിന്നെ 1/2 കപ്പ് കാഷ്യൂനട്ട് വേണം. അതേപോലെ ഒരു 1/4 കപ്പ് ബദാമും കൂടി വേണേ. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാലയാണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ. അതിൽ ഞാൻ ആദ്യം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു വലിയ ചിക്കൻ എടുത്ത് അതിലോട്ട് ഞാൻ എന്ത് ചെയ്തു, ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചത് ആഡ് ചെയ്തു. എന്നിട്ട് ഇതിൽ നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. കറിവേപ്പില നന്നായി ഒന്ന് ഞെരടിയിട്ടിടണം കേട്ടോ. പിന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂണും. എന്നിട്ട് ഇതിലോട്ട് ഞാൻ ഒരു വലിയ നാരങ്ങയുടെ നീര് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ നമുക്ക് വെക്കാം. നന്നായി കുഴച്ചതിന് ശേഷം ഒരു 30 മിനിറ്റെങ്കിലും നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നാലേ നമ്മൾ മസാലയൊക്കെ നന്നായി പിടിക്കുള്ളൂ. ഇനി അടുത്തത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കോഴിമുട്ട വേണം. അപ്പോൾ ഒരു 4-5 കോഴിമുട്ട ഇതേപോലെ ഒന്ന് പുഴുങ്ങിയിട്ട് മാറ്റി വെക്കാം നമുക്ക്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. പാനിൽ ഉണ്ടാക്കുന്നത് കുറച്ച് നല്ല വലിയ ചട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ചട്ടിയിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇട്ടിട്ട് നന്നായി ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച് ചെറിയ ഉള്ളി നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ എടുക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് നന്നായി കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളെന്ത് ചെയ്തു, നമ്മളെ ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കെന്ത് ചെയ്യാം, നമുക്കിതിലോട്ട് സവോളയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ടൈമിൽ നമുക്കൊരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ അതെന്ത് ചെയ്തു, ഒരു ഫ്രൈങ് പാനിൽ നമ്മൾ വേറെ സൈഡിൽ വെച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചിക്കന് ഒരിക്കലും മൊരിപ്പിച്ചെടുക്കരുത്. ഒരു ഹാഫ് വേവ് ആകുമ്പോൾ തന്നെ നമുക്ക് എടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നായി ഒന്ന് വെന്തോട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മുടെ സവോളൊക്കെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടിയും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എപ്പോഴും ചതച്ചെടുക്കണം, അപ്പോഴേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല ചതച്ച ഇഞ്ചി വെളുത്തുള്ളി ഞാനിതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കണ നമ്മൾ പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പച്ചമുളകിൻ്റെ അളവ് നിങ്ങളെ എരിവിൻ്റെ അനുസരിച്ചിട്ടാണേ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ഒന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് മൊരിക്കരുത്, ഒരു ഹാഫ് വേവ് നമുക്ക് മതി. കാരണം ബാക്കിയുള്ളതൊക്കെ ഈ മസാല ഇരുന്നിട്ട് വെന്ത് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചെറിയൊന്ന് തീയിലൊക്കെ ആക്കി വെച്ചാൽ മതി. ഇനി നമ്മൾ സവോളയും എല്ലാം ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മസാല ആഡ് ചെയ്യാം. അപ്പോൾ മസാല ആഡ് ചെയ്യുമ്പോൾ എന്താ വേണ്ടിയത്, നമ്മൾ തീ ഒന്ന് ചെറുത്തിലോട്ട് ഇടണം. എന്നിട്ട് ഇതിൽ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, കുരുമുളക് പൊടി 1 ടീസ്പൂണ്, പിന്നെ നമുക്ക് മല്ലിപ്പൊടി ഇടാം, അത് 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. പിന്നെ ചിക്കൻ മസാല ഒരു 2 ടീസ്പൂണ്, പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടിയും. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം, ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോകണ വരെ. അപ്പോൾ നമ്മൾ തീ എപ്പോഴും ചെറിയ തീയിൽ വേണം മസാല വഴറ്റിയെടുക്കുമ്പോൾ. അപ്പോൾ അപ്പോഴേ നല്ല സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ.
ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നമ്മളെ മസാല. അപ്പോൾ നമ്മളെ മസാലയൊക്കെ ഒന്ന് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. എന്നിട്ടൊരു ചട്ടി എടുക്കാം. അപ്പോൾ ഈ ചട്ടിയിലാണ് ഇനി നമ്മളെല്ലാം ചെയ്യാൻ പോണത് ഇതിലോട്ട്. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഇട്ടിട്ട് ഒന്ന് ചൂടായതിന് ശേഷം വേണം നമുക്ക് ഈ മസാല ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് എന്താ ചെയ്യുക, നമുക്ക് നല്ലൊരു മൂടി എടുത്തിട്ടൊന്ന് മൂടി വെക്കാം. എന്നിട്ടൊരു 6-7 മിനിറ്റ് ഒന്ന് വെന്തോട്ടത് ആ മസാല ഈ ചട്ടിയിലിരുന്നിട്ട്. അങ്ങനെ നമ്മൾ ചട്ടിയത്തെ മസാലയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇടാനുള്ള ടൈമായി. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ഹാഫ് വേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ഒരു ഹാഫ് വേവ് മാത്രം മതി കേട്ടോ ചിക്കന്. അങ്ങനെ നമുക്ക് ചിക്കനൊക്കെ ഇതിലൊന്ന് ആഡ് ചെയ്തിട്ട് നമുക്കൊരു 10-12 മിനിറ്റ് എങ്കിലും ഇതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് കാഷ്യൂ നട്ട് ഒന്ന് നന്നായി ഗ്രൈൻഡറിലിട്ടിട്ടൊന്ന് പേസ്റ്റ് ആക്കണം കേട്ടോ. നമുക്കൊരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് പിന്നെ നമുക്കൊന്ന് കിസ്മിസും എല്ലാതും ബദാമും കാഷ്യൂ നട്ടൊക്കെ ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഞാൻ എന്ത് ചെയ്തു, ആ കാഷ്യൂ നട്ടിൻ്റെ പേസ്റ്റും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിലോട്ട് പുതിനയും മല്ലിയിലയും അത് നമ്മളൊരു കൈ പിടിക്കാത്ര ഉള്ളത് നന്നായി അരിഞ്ഞിട്ട് ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് എല്ലാതും അറേഞ്ച് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ നമുക്ക് ആദ്യം കോഴിമുട്ട ഒന്ന് വെക്കാം. അപ്പോൾ ഇങ്ങോട്ട് 4 മുട്ടയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി ഒന്ന് വെക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വെക്കാം. നമുക്കിതിൽ വേണമെങ്കിൽ കാടയുടെ കോഴിയും കൂടിയും ഇതിൽ ഒന്ന് വെക്കാം. അപ്പോഴും നല്ല ടേസ്റ്റൊക്കെയാണ്. ഇനി നമുക്കിതിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച എന്താ പറയുക നട്ട്സും അതേപോലെ നമ്മളെ ഈത്തപ്പഴവും ഒക്കെ ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഈ സമയമൊക്കെ ഒന്ന് നോക്കണം, നമ്മൾ തീ നല്ല ലോലായിരിക്കണേ. ഇനി ഇതിലോട്ടൊന്ന് ഏലക്കട പൊടിയും കൂടി ഒന്ന് വിതറി കഴിഞ്ഞാൽ നമ്മൾ നിധിക്കോഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഒന്ന് വാഴല നന്നായി ഒന്ന് വാട്ടിയതിന് ശേഷം നമുക്ക് അതിൻ്റെ സൈസുള്ളൊരു കട്ട് ചെയ്തിട്ടെടുത്തിട്ട് നമുക്ക് ഈ ചട്ടി ഒന്ന് നന്നായി കവർ ചെയ്യാം. അപ്പോൾ കവർ ചെയ്തിട്ട് ഞാനത് ഈ വാഴയുടെ ആ ഒരു ത്രെഡ് പോലെയല്ലേ അതെടുത്തിട്ടാണ് ഒന്ന് കെട്ടി വെച്ചത്. എന്നിട്ട് ഇതിൻ്റെ മേലെ ഒന്നും കൂടിയും അലൂമിനിയം ഫോയിൽ എടുത്തിട്ട് ഒന്നും കൂടി ഞാനൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. നല്ല ഇതിൽ ഒന്നും ഏറെ കടക്കാത്ത രീതിയിൽ വേണം നമ്മളൊന്ന് ടൈറ്റായിട്ട് വേണം നമുക്കൊന്ന് കവർ ചെയ്യാൻ. ഇനി നമുക്കൊരു 10 മിനിറ്റ് നല്ല ലോ തീയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോ തീയിലൊന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കാം നമുക്ക്. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പം ഞാൻ ശരിക്കും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ തുറന്ന് നോക്കിയത്. അപ്പം നമ്മുടെ വാഴയിലയുടെ ആ കളറൊക്കെ ഒന്ന് മാറിയത് കണ്ടോ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. വാഴയിലയുടെ സ്മെല്ലും ഒക്കെ കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഏലക്കട സ്മെല്ലൊക്കെ ഇങ്ങോട്ട് നന്നായി വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ നന്നായി ഇതിലൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമാണ്. ഒരുപാട് സാധനങ്ങളുണ്ടെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാം. അത്ര വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഇതിനിട്ട് നമുക്കൊരു ചൂടുള്ള പൊറോട്ട അല്ലെങ്കിൽ പത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ വാച്ച് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പിയുമായി വരണവരെ ബൈ.